ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല. കാര്യമായിട്ട് നമ്മളെ ടൈമിങ് ഗാർഡൻ വിസിറ്റിങ് ചെയ്യാനുള്ള സമയമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം നല്ല ചൂടാണ്, പണിക്കാർക്കാണെങ്കിലും ആരാണെങ്കിലും എടുത്തു കൊടുക്കുന്നവർക്ക്. അപ്പോൾ രാവിലെ ഒരു 7 മണി മുതൽ ഒരു 12 മണി വരെയൊക്കെ മാക്സിമം ഇപ്പം ഈ ഗാർഡനിൽ വർക്ക് ഉണ്ടാവുള്ളൂ, ഓപ്പൺ ആക്കുള്ളൂ. പിന്നെ അതേപോലെ 3 മണി മുതൽ ഒരു 5-5:30 വരെ. കാരണം നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റില്ല. പണിക്കാരും നമ്മൾ പരിഗണിക്കണമല്ലോ. അപ്പോൾ പണിക്കാരത് മാത്രമല്ല, നമുക്കും വയ്യാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പം സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ ഒരു 12 മണി വരെയൊക്കെ മാക്സിമം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടി എനിക്ക് പോവാം. പിന്നെ അത് പറയാൻ മാത്രമല്ല വന്നിട്ടുള്ളത്. ഞാൻ നമ്മളൊരു കസ്റ്റമർ, അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു വലിയൊരു ഫ്രണ്ടായിട്ട് മാറിയിട്ടുണ്ട്. ബോംബെന്ന് മുന്നേ തയ്യെടുക്കാൻ വന്ന ഒരാളെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപാട് അവാർഡുകളും അംഗീകാരങ്ങളൊക്കെ കിട്ടി. അതിന് കാരണം നമ്മളും കൂടെ നിമിത്തമായി എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഏകദേശം 10-200 ഏക്കറിൽ പുള്ളി കൃഷി ചെയ്യുന്നുണ്ട്. അതിലൊരു 100 ഏക്കറോളം മാങ്ങയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു 2 ഏക്കർ നമ്മൾ ആ ചുവന്ന മാങ്ങൻ്റെ ഒക്കെ ഡ്രാഗൻ്റെയും റെഡ് ഡ്രാഗൻ്റെയും മിയാസാക്കിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടപ്പോൾ പുള്ളിയെ കണ്ട് ആകൃഷ്ടരായിട്ട് നമ്മുടെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ കുറച്ച് തൈകളും ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിന് അതിന് ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടി. ഗവൺമെൻറ് തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ആൾ ഇന്ത്യ അടിസ്ഥാനത്തിലൊക്കെ ഒരുപാട് അംഗീകാരം. ഏറ്റവും നേരത്തെ മാങ്ങ കായ്ച്ചു എന്നുള്ളതാണ്. ഏർലി ഫ്രൂട്ടിങ്ങിൽ ഒരുപാട് ഇനത്തിൽപ്പെട്ട വെറൈറ്റി മാങ്ങകൾക്ക് അദ്ദേഹത്തിന് പ്രദർശിപ്പിക്കാൻ പറ്റി, അതും ചുരുങ്ങിയ സമയം കൊണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, വീഡിയോ കൊണ്ടായിരിക്കൊക്കെ അറിയാം, ഞാൻ ഇതിൽ കാണിക്കുക. കഴിഞ്ഞ വർഷം ആണ് ഇവിടുന്ന് തൈ കൊണ്ടായത്. പക്ഷേ നമ്മളെ ഇവിടെ കായ്ക്കുന്നതിനെക്കാട്ടി മുന്നേ അദ്ദേഹത്തിൻ്റെ പരിചരണവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഫ്രൂട്ട് ഉണ്ടാവാൻ പറ്റി എന്നുള്ളതാണ്. മാങ്ങ കായ്പിച്ചു ചെറിയ തൈമ തന്നെ. അപ്പോൾ കൊണ്ടായ തൈയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് അദ്ദേഹത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനിപ്പോൾ പൂനെയിലായിരുന്നു. ഇപ്പോൾ ചെറിയ പനിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറിയതിൻ്റെ ശേഷം ബാക്കിയുള്ള അത്തിപ്പാഴത്തിൻ്റെയും ഉറുമാമ്പാഴത്തിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. हेलो, मैं चंद्रकांत देशमुख महाराष्ट्र से हूँ. और रजा गार्डन मैं लास्ट ईयर केरला गया था. रजा भाई जो है वो पुणे आए हुए आज. मैं परभणी में रहता हूँ, यहाँ से 400 किलोमीटर है, मगर वो फ्लाइट से पुणे आए हैं. मैं उनको लेने के वास्ते आया था. वहाँ भी जो हमारे को जो ट्रीटमेंट दिया उन्होंने बहुत बढ़िया. और उनके जो आम लाए मैंने, बहुत ही सुंदर है, बहुत ही सुंदर है. बहुत वैरायटी लाया था मैंने, मेरे घर में लगाया और अच्छी फ्रूटिंग. इतना जल्दी फ्रूट आ गया? हाँ, जल्दी फ्रूट एक्स्ट्रा अर्ली आ गया. अभी लेकिन क्या है ना, जो आप लगी गया पौधा हमारे पास पड़ा है, उसमें अभी फूल नहीं आया. आपका वेदर है, आपका ट्रीटमेंट है. हाँ, नहीं, हमारा उनका जो प्रेम बढ़ गया. हमारे को जो आम लगा दिए उन्होंने, अभी तो बहुत ही सुंदर है और अच्छा आ रहे खाने को. अभी हम पुणे में हैं, अंजीर के बगीचे में हमारे मित्र के, वो उनको बता रहे हैं हम. मैं तो ये लेने के लिए दूसरा इसका मिडिल कोई आदमी नहीं चाहिए. सीधा फार्मर से लेगा. जो फार्मर से लेगा उसका फायदा अलग है. और ये वैरायटी भी बहुत डुप्लीकेट नहीं मिलेगा, असली मिलेगा. असली वैरायटी है. ये पुणे रेड है और आप जबरदस्त है, बहुत मीठा है, इसका हाथ में है, ये खाया देगा. स्वीटनेस भी बहुत ज़्यादा है. आप झाड़ से आइए, खाइए. हमारे यहाँ जो भी आएगा हमारे फार्म पे, उसको फ्री खाने को मिलेगा. आइए, केरला वासियों सब पुणे आइए, आपको बहुत अंजीर खाने को मिलेगा. शुक्रिया, बहुत शुक्रिया. अभी मैं आपको जो मैंगो है ना, जो वीडियो आप दिया वो मैं सब आदमी को दिखा रहा है. हमारा मैंगो का जितने फ्रूट निकाला वो आदमी का मैं दिखाएगा. आपका जो अवार्ड मिला वो भी दिखाएगा, पूरा आदमी को दिखाएगा. ओके,
ഇദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരം, ആ അംഗീകാരത്തിൻ്റെ കൂടെ തന്നെ ഇനി ഞാൻ നമ്മളവിടെ വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളെ മഹാരാഷ്ട്രയിൽ നിന്ന് നമുക്ക് വന്ന ഗസ്റ്റാണ് കേട്ടോ. നമ്മളെ തേടി കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ടാക്സി പിടിച്ച് വന്നൊരു മഹാനാണ് ഈ നിൽക്കുക. आपका नाम क्या है? चंद्रकांत देशमुख, ചന്ദ്രകാന്ത്. അപ്പോൾ ആള് ചില്ലറക്കാരനല്ല, 150 ഏക്കർ മാങ്ങ കൃഷി ചെയ്യുന്ന ഒരാളാണ്. മാവും വ്യത്യസ്ത കൃഷികൾ ചെയ്യുന്ന മുസംബി ഒന്ന് ഏക് മുസംബി കടക്കാരോ वो भी कच्चा में आप कट करो, उसका साइज छोटा है, कच्चा है, एकदम कच्चा है. अब उसको सीड थोड़ा दिखाने के लिए जैसा है आपको, आप तो उधर आपका महाराष्ट्र में बहुत मौसम्बी है, ये अपना वैरायटी आप थोड़ा खाओ, इसका टेस्टिंग करो. कटिंग करेगा नहीं, आप कटिंग करो, उसका खाओ कैसा है. एकदम कच्चा है, पका नहीं हो गया, 2 महीना और आने के. ये तो सीड कम है. सीड कम है. हाँ. अच्छा, दिखने में तो बहुत सुंदर दिख रहा है. सुंदर दिख रहा है. खाने में कैसा है? बहुत ही जूसी और मीठा भी. मीठा भी है. हाँ. और मीठा हो जाएगा. और मीठा है, और 2 महीना बाकी है. आपका साइज देखा ना, एकदम बहुत ही सुंदर है. बहुत सुंदर है. बहुत अच्छा है. जरा वॉशिंग करो उसका. ये खाने का तरीका मालूम होना चाहिए. हाँ, मालूम होना चाहिए. अभी कैसा अच्छा लग रहा है? अभी अच्छा लग रहा है. उसको साइड कटिंग करेगा. हाँ, तभी वो समझ गया. आपका जगह में है, सब जगह में है. हाँ. खाने का आइडिया नहीं है. खाने का आइडिया नहीं है. आते ऐसा ऐसा खाते. ഇതാണ് നമ്മൾ അന്ന് റെയിൽവേ വഴി പുള്ളി അദ്ദേഹം കൊണ്ടുപോയ തൈകളാണ്. അപ്പോൾ ഈ ഒരു തൈകൾ ഇപ്പോൾ ഏതൊക്കെ രൂപത്തിലായി എന്നുള്ളതിൻ്റെ ചെറിയ വിഷ്വലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ തൈകൾ കൊണ്ടുപോയി കായ്പിച്ച് 1 വർഷം കൊണ്ട് കായ്പിച്ചു എന്നുള്ളതാണ്. അതിൽ എല്ലാ വിദേശ മാങ്ങകളും, കാരണം അവരുടെ നാട്ടിൽ ദശേരി, അതേപോലെ തന്നെ അൽഫോൺസ, കേസരി, പിന്നെ അങ്ങനെ നമ്മളെ ബംഗനാമ്പള്ളി, ബദാമി അങ്ങനെയുള്ള മാങ്ങകളല്ലാണ്ട് വേറെയുള്ള ഹിംസാഗർ, ഹിമാപസന്ത് അങ്ങനെയുള്ള മാങ്ങകളാണ് അവരുടെ നാട്ടിൽ കൂടുതലുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് അതിൽ ഭയങ്കര പിന്നെ എന്താ പറയുക, അതിൽ ഭയങ്കര ആകർഷകരായിട്ടാണ് ഈ റെഡ് കളർ മാങ്ങ ഒരു 2 ഏക്കറോളം കൃഷി ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ തൈകളൊക്കെ ഒരു ഒട്ടുമിക്ക നമ്മളെ അടുത്തൊന്നും. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത കൽക്കട്ടയിലെ സ്ഥലങ്ങളിലും അവിടെയൊക്കെ പോയിട്ട് പുള്ളി ഒരുപാട് യാത്രകൾ ചെയ്തിട്ട് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ച തൈകളാണ്. അപ്പോൾ കണ്ടില്ല, എല്ലാം കായ്പിച്ചെടുത്തു എന്നുള്ളതാണ്. ആ ഏരിയ ആണ് അതിൻ്റെ പ്രത്യേകത. കാരണം തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് സൺലൈറ്റ് പൂർണ്ണമായിട്ടും മരത്തിമക്ക് കിട്ടുന്ന രൂപത്തിൽ ആണ് വെച്ചിട്ടുള്ളത്. 5x5 പിന്നെ മീറ്റർ അകലത്തിലാണ് എല്ലാം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷന് നാംഡോക്കുമായൊക്കെ എത്ര പെട്ടെന്ന് കായ്ച്ചു എന്നുള്ളതാണ്. കാലാപ്പാടി വരെ നമ്മൾ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാലാപ്പാടി ഒന്നും അവരുടെ നാട്ടിലില്ല. അപ്പോൾ കാലാപ്പാടി, നാംഡോക്കുമായി, മിയാസാക്കി, റെഡ് ഡ്രാഗണ്, ചിയാമായി, റെഡ് ഐവറി, അങ്ങനെ ആ ഒരു കളർഫുൾ മാങ്ങകൾ തുടങ്ങുന്ന ഒട്ടുമിക്ക മാങ്ങകളും പുള്ളി നമ്മളടുത്ത് നിന്ന് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രത്യേകത പെട്ടെന്ന് ഫ്രൂട്ട് കായ്ച്ചു എന്നുള്ളതാണ്. അതാണ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടുത്തെ വെതർ തന്നെയാണ്, അതിൻ്റെ കാലാവസ്ഥ തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. 42 ഡിഗ്രി 40 ഡിഗ്രി ടെമ്പറേച്ചർ കിട്ടുന്നുണ്ട് നല്ല. അപ്പോൾ ഒരു എന്നെ അത്ഭുതപ്പെടുത്തിയ തന്നെയാണ്. അപ്പോൾ നമുക്കും സ്ഥലവും സൗകര്യമുള്ളവർക്കൊക്കെ ഇങ്ങനെ വിദേശ മാങ്ങകളുടെ ഒരു കളക്ഷന്, അത് ഇൻസ്പെക്ഷന് വന്ന ഡോക്ടറാണത്. അപ്പോൾ ഒരുപാട് അംഗീകാരങ്ങൾ, മിയാസാക്കിൻ്റെ അതേപോലെ ഒരുപാട് വെറൈറ്റികൾ, പിന്നെ പുള്ളി തന്നെ ഈജിപ്തിൻ്റെ നോമി അങ്ങനെയുള്ള കുറച്ച് മാങ്ങകൾ അതൊക്കെ പുള്ളി തന്നെ കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ഏക്കറോളം ഫുള്ള് വിദേശ മാങ്ങകളുടെ, കളർഫുൾ മാങ്ങകളുടെ ഒരു നല്ലൊരു കളക്ഷനാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നമുക്കൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. പക്ഷെ പിന്നെ മാങ്ങ കൊഴിഞ്ഞു പോവാതിരിക്കാൻ ഇത് ചിയാമായി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ചില്ലി മാംഗോ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പം ഇതൊന്നും നമ്മളെ തൈകൾ ഇവിടെ കായ്ച്ചിട്ടില്ല. ഞാൻ കൊടുന്നിരുന്നു കായ്ച്ച തൈകൾ, വലിയ തൈ കൊടുന്നിരുന്നു, നമ്മൾ കായുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രായത്തിലുള്ള തൈകൾ ഇതുവരെ നമ്മളതൊന്നും പൂവിട്ടിട്ടില്ല. അപ്പോൾ തൈകൾ നമ്മളെ അടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ക്ലൈമറ്റിന് ഇപ്രാവശ്യം മഴ കൂടുതലായതുകൊണ്ടാണോ എന്തോ കുറച്ച് ലേറ്റായിട്ടാണ് കായ്ക്കുന്നത്. കുറച്ച് മാവുകളൊക്കെ കായ്ച്ച് മിയാസാക്കിയൊക്കെ പൂവിട്ടിട്ടുണ്ട്.
അപ്പം എന്തായാലും അടുത്ത സമയങ്ങളിലൊക്കെ നമുക്കും ഇവിടെ പ്രതീക്ഷിക്കാം. പുള്ളിയുടെ എല്ലാ മാങ്ങയും മാങ്ങായി മാറി എന്നുള്ള ഈ തൈകൾ കൊണ്ടുപോയിട്ട് അതാണ് ശരിക്കും കണ്ടില്ല, അതിൻ്റെ കളറ് കണ്ടില്ല. അപ്പോൾ റെഡ് ഡ്രാഗൺ ആണെങ്കിലും മിയാസാക്കി ആണെങ്കിലും പിന്നെ റെഡ് ഐവറി ആണെങ്കിലും എല്ലാ മാങ്ങകളും കായ്ച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. കാരണം നമ്മളൊരു സന്തോഷമാണല്ലോ നമ്മുടെ അടുത്ത് കൊണ്ടുപോയ തൈകൾ. कालापाडी सगळ्यात टॉपची केरळाची टॉपेस्ट म्हणजे 31. ഇത് പുള്ളിൻ്റെ അടുത്ത് കായ്ച്ച ഒരു സീഡ്ലെസ് വെറൈറ്റി മാങ്ങോ ആണ്. അപ്പോൾ മാങ്ങ കായ്ച്ച ആദ്യം മാങ്ങ പൊട്ടിച്ചിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ കാരണം മറ്റുള്ളവർക്കൊരു ഒരു പ്രോത്സാഹനമാണ് ഈ കാണുന്നത്. കാരണം ഇതേപോലെയൊക്കെ കൃഷി ചെയ്യാനും പിന്നെ ഒക്കെ നമുക്കും പറ്റും. സ്ഥലവും സൗകര്യമൊക്കെ ഉള്ളവർക്കുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വിദേശ മാങ്ങകളിൽ വെച്ച് അത് കായ്പ്പിച്ച് അതിന് ഒരു അംഗീകാരം കിട്ടുകയെന്ന് പറഞ്ഞാൽ, അപ്പോൾ ചന്ദ്രകാന്തിനെ പോലെ എല്ലാവരും ആവാൻ നമുക്ക് ഏതായാലും പറ്റൂല. ചന്ദ്രകാന്തിനെ പോലെ ചന്ദ്രകാന്തിന് തന്നെ പറ്റുള്ളൂ. എങ്കിലും അതിനെപ്പോലെ നമുക്കൊക്കെ അനുകരിക്കാനും ചെറിയ ശ്രമങ്ങളൊക്കെ നടത്താൻ പറ്റും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.